നമസ്കാരം. പാകിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ജമ്മു കാശ്മീരിലെ ഭീകരവാദി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് വളരെ അവർക്കെതിരെ ശക്തമായ ഒരു നിയമ നടപടിയുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ചില ഇമാമുമാരൊക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അതായത് താഴ്വരയിൽ ഉടനീളമുള്ള പള്ളികളെ ലക്ഷ്യമിട്ട് വിപുലമായിട്ടുള്ള വിവരശേഖരണങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. മതസ്ഥാപനങ്ങൾ മാത്രമല്ല, ഇമാമുമാർ, മുഅദ്ദീനുകൾ, പള്ളി മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ, അനുബന്ധ ജീവകാരുണ്യ വിഭാഗങ്ങൾ എന്നിവയെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തേടിയാണ് പോലീസ് നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പള്ളികളുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് സൂക്ഷ്മമായ വ്യക്തിപരവും സാമ്പത്തികവും ഡിജിറ്റൽ വിവരങ്ങളും ആവശ്യപ്പെടുന്ന 4 പേജുള്ള ഒരു ചോദ്യാവലി ജമ്മു കാശ്മീർ പോലീസ് വിതരണം ചെയ്തു കഴിഞ്ഞു. ഇത്രയും വിപുലമായൊരു സർവേ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. താഴ്വരയിൽ 1-ലധികം ജില്ലകളിൽ വിതരണം ചെയ്യുന്ന ഈ ഫോമിൽ പള്ളിയുടെ വിഭാഗീയ ബന്ധം, ശേഷി, നിലകളുടെ എണ്ണം, നിർമ്മാണ ചെലവുകൾ, ഭൂമിയുടെ ഉടമസ്ഥാവകാശ നില, ധനസഹായത്തിനുള്ള സ്രോതസ്സുകൾ തുടങ്ങി സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെക്കുറിച്ച് തേടുന്നുണ്ട്. പ്രതിമാസ ബജറ്റുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഓരോ പള്ളിയുടെയും മേൽനോട്ടം വഹിക്കുന്ന മാനേജ്മെൻറ്റ് ഘടന എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡാറ്റയ്ക്ക് പുറമെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ, പ്രാർത്ഥന ആഹ്വാനം നൽകുന്ന മുഅദ്ദീനുകൾ, വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ നടത്തുന്ന ഖതീബുമാർ, പള്ളി ചാരിറ്റി ഭാഗമായ ബൈത്ത് ഉൾമാർ അംഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പള്ളി ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ വിശദമായ വ്യക്തിഗത വിവരങ്ങൾ സർവേയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, ഫോൺ നമ്പറുകൾ, ഇമെയിൽ വിലാസങ്ങൾ, പൂർണ്ണ കുടുംബ വിവരങ്ങൾ എന്നിവ നൽകേണ്ടതുണ്ട്. പാസ്പോർട്ട് നമ്പറുകൾ, ഇഷ്യൂ ചെയ്ത തീയതികൾ, കാലാവധി കഴിഞ്ഞ തീയതികൾ, സന്ദർശിച്ച രാജ്യങ്ങളുടെ പട്ടിക, വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളുടെ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെ പാസ്പോർട്ട് വിവരങ്ങളും ഫോമിൽ ആവശ്യപ്പെടുന്നു. വോട്ടർ തിരിച്ചറിയൽ നമ്പറുകൾ, ആധാർ വിശദാംശങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങൾ, റേഷൻ കാർഡ് നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ട് ഡാറ്റ, നികുതി തിരിച്ചറിയൽ കാർഡുകൾ വിശദാംശങ്ങൾ എന്നിവയും ഈ വ്യക്തികളിൽ നിന്ന് സർക്കാർ ചോദിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസ് ചോദിച്ചിട്ടുണ്ട്. വ്യക്തിഗത മൊബൈൽ ഫോണുകളുടെ ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി നമ്പറുകളും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡേറ്റയും ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീവ്രവാദത്തിലോ ക്രിമിനൽ പ്രവർത്തനത്തിലോ മുൻകാല പങ്കാളിത്തം സംബന്ധിച്ച ചോദ്യങ്ങളും ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതപരമായ ബന്ധവും വിശദമായിട്ട് അന്വേഷിച്ച് വരികയാണ്. ഖറൈൽവി, ഹനഫി, ദിയോബന്ദി പാരമ്പര്യങ്ങൾ പിന്തുടരുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പള്ളികളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മതസമൂഹങ്ങൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്തരം ഭീകരവാദ ബന്ധങ്ങളുള്ള പല ആൾക്കാരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ചത് പാകിസ്ഥാനാണ്. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നതും പാകിസ്ഥാനാണ്. അതായത് ഈ ഇന്ത്യയിൽ ഇനിയൊരു ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായാൽ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള പണി തന്നെ കിട്ടും. കാരണം ഈ മഞ്ഞുകാലത്ത് ഏറ്റവും അധികം പ്രദേശങ്ങളിൽ, കശ്മീരിലെ പ്രദേശങ്ങളിലും ജമ്മുവിലെ പ്രദേശങ്ങളിലും വലിയ പിന്തുണയാണ് ഇത്തരക്കാർ ഇപ്പോഴും ഇത്തരം ഭീകരവാദികൾക്ക്, പാകിസ്ഥാനി ഭീകരവാദികൾക്ക് നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും ഭീകരവാദികൾ വന്ന് തങ്ങുന്നതിനും ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനും തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും അവിടെ ഈ ഇത്തരക്കാർ അവിടെയുള്ള പ്രദേശവാസികൾക്കൊപ്പം, ഇത്തരം ഭീകരവാദികൾക്കൊപ്പം പാകിസ്ഥാനിൽ നിന്ന് നിരവധി ഭീകരവാദികളാണ് അവർക്ക് പരിശീലനം കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയത്. ആ ഒരു രീതിയിൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് അവിടുത്തെ പ്രാദേശിക നിവാസികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഭാരതം എങ്ങനെയാണോ പാകിസ്ഥാനിലെ ഭീകരവാദികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ അടക്കം നടത്തിയത്, അതേ രീതിയിൽ വളരെ കൃത്യമായിട്ട് കശ്മീരിനകത്തുള്ള ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ തന്നെ കൃത്യമായ രീതിയിലുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അധിക നാളൊന്നും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു കൃത്യമായ രീതിയിലുള്ള, വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ശുചീകരണം തന്നെയാണ് അവിടെ സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഭീകരവാദികൾക്കൊന്നും ഇനി ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ വ്യാപകമായ രീതിയിലുള്ള സെർച്ചും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്താണ് തിരുവനന്തപുരത്ത് മുഹമ്മദ് ആദിൽ എന്ന് പറയുന്ന ISIS ഒരു ഏജന്റിനെ
ATS കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ കേരളത്തിലെന്നല്ല ഭാരതമെമ്പാടും ഓരോ നിമിഷവും അനുനിമിഷം ഓരോ വ്യക്തികൾക്ക് മുകളിലേക്കും ഇത്തരം ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികൾക്ക് മുകളിലേക്കും സർക്കാർ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് നടത്തി വരുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ ഇനിയൊരു ആക്രമണത്തിന് ആരെങ്കിലും കോപ്പ് കൂട്ടിയാൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാണ്. അവർക്ക് മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ യാതൊരു രീതിയിലും അവർക്ക് ഇനി ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംഘടനകൾ, ഇവരെ സഹായിക്കുന്ന സംഘടനകൾ ഉണ്ടെങ്കിൽ അവരെയും തീർച്ചയായിട്ടും വെളിച്ചത്ത് കൊണ്ടുവരും. എങ്ങനെയാണോ PFIയെ നിരോധിച്ചത്, PFIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ചില ഭീകരവാദ ആശയങ്ങളുമായി മുൻനിർത്തി പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള പണികളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ജമ്മു കാശ്മീർ ആർട്ടിക്കിൾ 370 പിൻവലിച്ചപ്പോൾ തന്നെ, ആർട്ടിക്കിൾ 370 പിൻവലിച്ചപ്പോൾ തന്നെ അവിടെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിന് പിന്തുണ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യവും തയ്യാറായി. പക്ഷേ ഇപ്പോൾ ആ 370 പിൻവലിച്ചതിന് ശേഷം ഭീകരവാദത്തിൽ നിന്ന് ഏറെക്കുറെ 90% കശ്മീർ മുക്തമായിരിക്കുന്നു. ഇനി കുറച്ച് ആൾക്കാർ കൂടി ഇതിന് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെയും തീർച്ചയായിട്ടും സർക്കാർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.